നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്ജി. സാധാരണ ആറ്റുകാൽ ഫെബ്രുവരിയിൽ ആറ്റുകാൽ പൊങ്കാല നടന്നു കഴിയുമ്പോഴാണ് പിറ്റേന്നത്തെ പത്രങ്ങളിൽ തലസ്ഥാനം യാഗശാലയായി, യുദ്ധക്കളമായി, അല്ലെങ്കിൽ പ്രതിപക്ഷം ആവേശപൂർവ്വം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം നടത്തുന്നു. അത് അടിയിലേക്ക് പിന്നിൽ നിന്നും കല്ല് വരുന്നു. അതൊരു കൊട്ടിക്കലാശത്തിന് ശേഷം പിറ്റേന്ന് പത്രത്തിലെ ഹെഡ്ലൈൻ നഗരം യുദ്ധക്കളമായി സ്ഥിരം. അതേപോലെ തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത്. പക്ഷെ അത് CPM പ്രവർത്തകർ അവർക്ക് എണ്ണത്തിൽ കുറവെന്ന് പറയാൻ പറ്റില്ല. പ്രതിപക്ഷത്താണ്. സാധാരണ കേരളത്തിൽ പ്രതിപക്ഷത്തെ ഏതൊരു പാർട്ടി അവർ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയാൽ ഒരു മൗന ജാഥയാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിലും പിന്നിലും പോലീസ് കാണും. കൂടെ നടന്ന് പോലീസ് കാണും. സ്ട്രൈക്കർമാരെ കൊണ്ട് ഇറക്കിയിരിക്കും അടിക്കാനുള്ള പോലീസിനെ. സെക്രട്ടേറിയറ്റ് മുമ്പിൽ ടിയർ ഗ്യാസിന്റെ വരുണ് ഗരുഡ, ജലബീരങ്കി ഗരുഡ, മറ്റേ ടിയർ ഗ്യാസ് അടിക്കുന്ന വരുണ്, ഇവരെല്ലാവരും റെഡിയാകും. പിന്നെ ലോക്കൽ ടിയർ ഗ്യാസ് അടിക്കുന്നവർ ഗണ്ണ് വെച്ചടിക്കുന്ന ഗ്രനേഡ് അടക്കം അവർ റെഡിയാണ്. ഇതെല്ലാം റെഡിയാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടാകും. അതായത് ലാത്തി ചാർജിനുള്ള അനുമതി വരെ കൊടുക്കാനായിട്ട്, അനൗൺസ് ചെയ്യാനൊക്കെ ആയിട്ട് അതെല്ലാം അതിൻ്റെ ഒരു പോലീസിൻ്റെ നടപടിക്രമമാണ്. ഇന്നലെ അവിടെ എന്ത് നടപടിക്രമമാണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ ബേക്കറി ജംഗ്ഷനിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീട്ടിൻ്റെ മുന്നിൽ എന്ത് നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചു? അതോ ഇതെല്ലാം സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത് ഈ വരുണ് ഗരുഡയൊക്കെ സെക്രട്ടറിയുടെ മുന്നിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ സ്ട്രൈക്കേഴ്സിനൊക്കെ? അത് അവിടെ നിന്ന് അനങ്ങൂലേ? അല്ല, പോലീസ് അറിയാഞ്ഞിട്ടാണോ? അതൊക്കെ അനങ്ങും. പക്ഷെ ഇന്നലെ സംഭവം ഈ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നപ്പോൾ കേരള പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം CRPF ജവാന്മാരുടെ സംരക്ഷണയിലാണ് ED ഉദ്യോഗസ്ഥർ വീടിനുള്ളിൽ കടന്നതും പരിശോധന ആരംഭിച്ചതും വീണയെ ചോദ്യം ചെയ്തതും മൊഴിയെടുത്തതും ഒക്കെ. അതിലൊരു വനിതാ കോൺസ്റ്റബിൾ, CRPF കോൺസ്റ്റബിൾ. അവർക്കതൊരു വിഷയമല്ല, പുരുഷനാണോ സ്ത്രീ എന്ന വിഷയമല്ല. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് കേരളമാണിത്, വലിയ സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ വലിയ വായിൽ വിളിച്ച് പറയുന്നവരല്ല. അത് കേരളമാണ് എന്നുള്ളതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ഒരു മെട്രോ സിറ്റി അല്ലെങ്കിൽ പോലും സ്മാർട്ട് സിറ്റിയാണ്. എത്രയോ കാലങ്ങളായിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ പരിപാലനം, അതായത് ഇന്നും ഇന്നലെ അല്ല, സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ഒരു DIG റാങ്കിലുള്ള കമ്മീഷണറാണ്. ഇന്നലെ കമ്മീഷണർ എവിടെ പോയി? 2 ഡെപ്യൂട്ടി കമ്മീഷണർമാരാണ് തിരുവനന്തപുരത്ത് ഇന്നലെ സ്ഥിതി നിയന്ത്രിച്ചത്. അവർ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. അവർക്ക് തിരുവനന്തപുരം അത്ര പരിചിതമല്ല. എനിക്ക് തോന്നുന്നു IPS കിട്ടി കുറച്ച് നാളത്തെ സർവീസ് മാത്രമേ ആയിട്ടുള്ളൂ. DCP എനിക്ക് കമ്മീഷൻ ഇന്നലെ ഒരു അവധി ദിവസം, 2 ദിവസം അവധിയാണ്. ഒരു അവധി മൂടായതുകൊണ്ട് അദ്ദേഹം ലീവിലാണെങ്കിലും ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ മോശമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ SIT അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ്. അവിടെ ഒരു ഗർഭിണിയുടെ ആരോഗ്യനില വളരെ മോശമായി. അവിടുത്തെ HOD അടക്കമുള്ളവർ പെട്ടെന്ന് എത്തില്ല, എത്ര അവധിയാണെങ്കിലും വിളിച്ച, അല്ലേ? അവർ ഡോക്ടർമാർ ഒരു ജീവനാണ്. ഇവിടെയും അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ് പോലീസ്. ആ പോലീസിന് തിരുവനന്തപുരം നഗരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആൾ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ആ കമ്മീഷണർ എവിടെ പോയി? അദ്ദേഹം DIG റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഇനി തിരുവനന്തപുരം ജില്ല അടക്കമുള്ള സൗത്ത് സോണിനൊരു IG ഉണ്ട്. ആ IG എവിടെ പോയി? സാധാരണ നമ്മൾ തിരുവനന്തപുരത്ത് പണ്ട് ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് MG കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അല്ലേ? വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി, ആ വലിയ അടിയൊക്കെ നടന്നു. പോലീസ് കോളേജിനകത്ത് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാനും. അന്ന് പത്രപ്രവർത്തനത്തിലുള്ള ആളാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ പോലീസിനെ ആക്രമിച്ചു, പോലീസ് തിരിച്ചടിച്ചു. അതിരൂക്ഷമായിട്ട് അവസാനം പോലീസ് ഇതിനുള്ളിൽ കയറി, കോളേജിനുള്ളിൽ കയറി അടിച്ചു, ക്ലാസ് മുറികളിൽ കയറി വിദ്യാർത്ഥികളെ, പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ വരെ തല്ലി. അപ്പോൾ അന്ന് അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാമാണ്. അന്ന് സൗത്ത് സോൺ IG ഡോക്ടർ TP സെൻകുമാറാണ്. ഞാൻ നോക്കുമ്പോൾ ഈ സിറ്റുവേഷൻ കൺട്രോൾ പോയി എന്ന് മനസ്സിലായ ഉടൻ തന്നെ അവിടെ കമ്മീഷണർ ഓടിയെത്തുന്നു, IG എത്തുന്നു. IG കോളേജിനകത്ത് കയറുന്നു, പോലീസുകാരെ നിയന്ത്രിക്കുന്നു, വിദ്യാർത്ഥികളെ മാറ്റുന്നു. ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അന്ന് തൊട്ടേ, ഇത്
5 അതെ, ആ കാലത്താണ് സമയത്ത്, നടന്നത്, 5-ലാണ് നടന്നത്. ആ സമയം തൊട്ട് ഞാൻ ഏതാണ്ട് പത്രപ്രവർത്തന മേഖലയിലേക്ക് വന്ന കാലം മർദ്ദിച്ച പോലീസുകാരന്റെ തൊപ്പി ഊരി മാറ്റിയിട്ട് അപ്പൊ തന്നെ നെയിം പ്ലേറ്റ് ഒക്കെ ഊരി വാങ്ങിച്ചു മാറ്റി അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യും. ഞാൻ കണ്ടോണ്ടിരിക്കുക, നേരിട്ട് കാണുന്ന. അതായത് പോലീസ് ഉന്നത തലത്തിൽ നിന്ന് ഓർഡർ ലഭിച്ചതിന് ശേഷം വീണ്ടും ഈ ക്യാമ്പസിനുള്ളിൽ നിരപരാധികളായ വിദ്യാർത്ഥികളെ തല്ലിയ പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് എന്ത് തന്നെ ആയാലും അവിടെ ഒരു IG-യും ഒരു DIG-യും പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന DIG-യും ഒക്കെ അതിശക്തമായിട്ട് ഇടപെടുക. അന്ന് തൊട്ട് ഈ 2005 മുതൽ ഞാൻ പത്രപ്രവർത്തനം ആരംഭിക്കുന്ന ആ കാലത്താണ് വന്നു തൊട്ട് പിന്നീട് പല സമരങ്ങളും 2007-ലും 2008-ലും 2009-ലും ഒക്കെ സിറ്റി പോലീസ് കമ്മീഷണറും ഉണ്ടാകും. ഞാൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന കാലത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലടക്കം നിരവധി ഇത്തരത്തിലുള്ള പോലീസ് ഈ ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ AC-മാർ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലായിരിക്കും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സ്ഥിതി വിട്ടുപോയി, അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് വന്നാൽ അപ്പോൾ തന്നെ DCP എനിക്ക് തോന്നുന്നു DCP ആദ്യം വന്ന് ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ പരിശോധിച്ച് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് DCP അങ്ങ് മാറും. പിന്നെയാണ് ഈ സമരം അടിയും. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എത്രയോ തവണ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാരാണ്, അന്ന് DCP പോസ്റ്റ് ഇല്ല. പിന്നീട് ഇത് IG ലെവലിലേക്ക് കമ്മീഷണറുടെ പിന്നീട് DCP ഏതാണ്ട് 2009-10 കമ്മീഷണറുടെ റാങ്ക് IG ആക്കിയപ്പോഴാണ് കമ്മീഷണറുടെ റാങ്ക് DIG ആക്കിയപ്പോഴാണ് കൂടെ ഒരു DCP 2 DCP-മാരെ കൊടുത്തു. ഒരാൾ അഡ്മിനിസ്ട്രേഷൻ ചുമതലയും ഒരാൾ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അവർ അങ്ങനെ പെട്ടെന്ന് വയലൻ്റ് ആയി കഴിഞ്ഞാൽ ഈ കമ്മീഷണർ അവിടെ എത്തും. DCP-മാർക്ക് പുറകെ കമ്മീഷണർ അവിടെ എത്തും. കമ്മീഷണർക്ക് പുറകെ സൗത്ത് സോൺ IG എത്തും. നമ്മുടെ ഈ ഇപ്പം റിട്ടയർ ചെയ്ത പിന്നെ ഹേമേന്ദ്രൻ സാർ അടക്കമുള്ളവർ എത്രയോ സിറ്റുവേഷനിൽ ഈ പറയുന്ന ഇത് മാത്രം ഉണ്ടാകണ്ട. നമ്മുടെ തമ്പാനൂർ ഒരു കെട്ടിടം ഇടിഞ്ഞു, പണ്ട് ഓർക്കുന്നുണ്ടോ? 2009-ലോ 10-ലോ ആണ്. നമ്മുടെ ശ്രീകുമാർ തിയേറ്ററിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പഴയ ഒരു ടൂറിസ്റ്റ്. അത് ഇടിഞ്ഞ സമയത്ത് അവിടെ സൗത്ത് സോൺ IG അടക്കം ഉള്ളവരവിടെ എത്തി, ADGP അടക്കം അവിടെ എത്തി. കാരണം അതിനകത്ത് 2 പേര് കുടുങ്ങിപ്പോയി, 2 പേരെ കാണാനില്ല. കുറച്ച് പേർ രക്ഷപ്പെട്ടു, ഒരാൾ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഈ കെട്ടിടം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഫയർഫോഴ്സ് വന്ന് വളരെ പെട്ടെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി ഈ മുകളിലുണ്ടായിരുന്ന ആളിനെ വളരെ സമർത്ഥമായിട്ട് രക്ഷിച്ചു. അതിനുശേഷമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് തോണ്ടി മണ്ണെടുത്ത് മാറ്റി അടിയിൽ കുടുങ്ങിപ്പോയ 2 മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. 2 പേരും മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറയണ ഈ സമയത്തെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരവിടെ ഉണ്ട്. ഇന്നലെ ഇങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വഷളായിട്ട്, അതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തുനിഞ്ഞ, അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഇത് മനസ്സിലാക്കാൻ നമ്മൾ വലിയ എന്താ പറയുക, ഇതൊന്നും ആവശ്യമില്ല, ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും ആവശ്യമില്ല. ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണ CPOയ്ക്ക് പോലും മനസ്സിലാകും. ഇവർ നിയമം കയ്യിലെടുക്കും, ഇവർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കും, പുറത്തിറങ്ങുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാം, അല്ലേ? തീർച്ചയായും അത് മനസ്സിലാക്കാൻ ഒരുപാട് സ്പെക്കുലേഷൻസ് ഒന്നും അല്ല. രാവിലെ തന്നെ ആദ്യം ഹെൽമെറ്റുകൾ എടുത്തെറിയുന്നു. സ്വന്തം ഹെൽമെറ്റാണ് അവർ വന്ന അവരുടെ ഹെൽമെറ്റ്. അതൊക്കെ പരിശോധനയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ നിസ്സാരമേ കണ്ടുപിടിക്കാം. ശാസ്ത്രീയ തെളിവുകളാണ്. പിന്നെ കല്ലുകൾ CRPF ജവാന്മാർക്ക് നേരെ പിണറായി വിജയന്റെ വീട്ടിലേക്ക്. മൂഢന്മാരാണ്. അങ്ങനെയാണല്ലോ സുപ്രീം കോടതി അഡ്വക്കേറ്റ് കൊടുത്ത ഉപദേശം, അതാണല്ലോ കത്തിക്കട. അതെ. അപ്പോൾ ഇത് ഇപ്പം പോലീസ് കമ്മീഷണറില്ല, സൗത്ത് സോൺ IG ഇല്ല. എന്തുകൊണ്ട് ഇവരില്ല? ഇത് സംഗതി വളരെ രഹസ്യമായിരുന്നു. ഇവരാരും മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു വലിയ പോരായ്മയുണ്ട്. കാരണം ഇതൊന്നും മുൻകൂട്ടി അറിയിച്ചിട്ടല്ല ഒരിക്കലും ഈ റെയ്ഡ് ചെയ്യുന്നത്. ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരിക്കലും അത് പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയാൽ ചിലപ്പോൾ ജനകീയനായ ഒരു ആഭ്യന്തരമന്ത്രിയാണ് താനെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹവും ഒരു മിന്നൽ പരിശോധന നടത്തും.
അത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടാണോ പോകുന്നത്? അല്ല. അല്ലെങ്കിൽ അവിടുത്തെ SHI വിളിച്ചിട്ട് അല്ല. കമ്മിങ് എന്ന് പറഞ്ഞിട്ട് റെഡി ആയിരിക്കും? അല്ല, അത് മിന്നൽ പരിശോധനയാണ്, ചെയ്യാൻ പറ്റില്ല. റെയ്ഡാണ്. അത് മൊഴിയെടുക്കലല്ല, സുഖവിവരം അന്വേഷിക്കലല്ല, ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതല്ല, അതൊരു റെയ്ഡാണ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായ പരിശോധന എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതിനകത്ത് ഒരു പിഴവുണ്ട്, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം പിന്നെ ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അപ്പോൾ പിഴവുകളുടെ അപ്പസ്തലം കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അദ്ദേഹം അപ്പോൾ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കോൺഗ്രസിൽ ഈ രമേശ് ചെന്നിത്തല ആരെയും ഉപദ്രവിക്കാത്തൊരു നേതാവാണ്. CPM-നെയോ BJP-യെയോ ജനതാദളിനെയോ ഒന്നും അദ്ദേഹം നേതാക്കളെ ഒന്നും അങ്ങനെ ഈ എന്താ പറയുക, ഈ CPM-കാർ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഒരു കാര്യം, ഈ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, കർമ്മപരമായ ഉത്തരവാദിത്വമുണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിച്ചില്ല? റേഞ്ചിന്റെ ചുമതലയുള്ള ADGP ആണ്. റേഞ്ചിന്റെ ഇപ്പം പുതിയ റേഞ്ചിൽ വന്നപ്പോൾ ADGP H. വെങ്കടേഷാണ്. അദ്ദേഹം വരുന്നത് ഏറ്റവും അവസാനം. പക്ഷേ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ആ പ്രശ്നം അദ്ദേഹം സോൾവ് ചെയ്തു. അല്ല, അത് അദ്ദേഹം വന്നപ്പോൾ സോൾവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് പോലീസ് ഇവർക്ക് തുടക്കം തൊട്ട് വേണ്ട സംരക്ഷണം ഒരുക്കിയില്ല? അവിടെ വീഴ്ച വന്നു എന്നുള്ള കാര്യം. അവിടെ നിന്ന് കേരള പോലീസ് സർവീസിലെ ഈ DCP-മാരുടെ തൊട്ട് താഴെയുള്ള കേരള പോലീസ് സർവീസിലെ ഏത് ഉദ്യോഗസ്ഥരായാലും ഇവരെല്ലാം ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. ഇവരെല്ലാം ഉപദേശങ്ങൾ തേടുന്നത് ഈ സമരം ചെയ്യുന്ന ED-ക്കെതിരെ, CRPF-നെതിരെ കൊലവിളി നടത്തുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന CPM നേതാക്കളോട്, പ്രാദേശിക നേതാക്കളോട്, ജില്ലാ നേതാക്കളോട് എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങോട്ട് നിൽക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് നേരത്തെ പിണറായി വിജയൻ ഭരിച്ചിരുന്നപ്പോൾ വെച്ച പോലീസുകാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത്. ആരെയും മാറ്റിയിട്ടില്ല. ഈ അധികാരമേറ്റ് ഒരാഴ്ചയേ ആയുള്ളൂ, ശരിയാണ്. പക്ഷെ അധികാരമേറ്റ ഉടൻ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, പിണറായി വിജയൻ 2016 അധികാരമേറ്റു, പിറ്റേന്ന് ഉത്തരവിറങ്ങുന്നു DGP സ്ഥാനത്തുനിന്ന് സെൻകുമാറിനെ നീക്കം ചെയ്തിരിക്കുന്നു. മാറ്റിയിരിക്കുന്നു. നോക്കൂ, നിയമവിരുദ്ധമാണത്. അത് പിന്നെ സുപ്രീം കോടതിയിൽ പോയി നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞു, അദ്ദേഹത്തിന് റീപോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതേ ഒരു നിലപാട് എടുക്കാത്തത് കൊണ്ടാണ് ഈ UDF ഗവൺമെന്റ് സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ മുഴുവനും അപ്പം തന്നെ അവരെ അധികാരമേറ്റ് ആദ്യത്തെ ക്യാബിനറ്റ് കഴിഞ്ഞാൽ ഉടൻ ഇവരെ മാറ്റണമായിരുന്നു. ഞാൻ പറഞ്ഞത് DGP-യെ മാറ്റാൻ പറ്റില്ല, DGP-യെ മാറ്റാൻ സാധിക്കില്ല. അതിന് കേന്ദ്രത്തിന്റെ കൂടെ അനുമതി വേണം, വേറെ ഒരുപാട് നൂലാമാലകളുണ്ട്. ലോ ആൻഡ് ഓർഡറിൽ ഇറങ്ങുന്നവരെ IG ഉൾപ്പെടെയുള്ള ആൾക്കാരെ മാറ്റി അവരെ റീഷഫിൾ ചെയ്ത് കൃത്യമായിട്ട് കാരണം നേരത്തെ ഇരുന്ന ഉദ്യോഗസ്ഥർ പിടിപ്പ് കെട്ടവരാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഇപ്പൊ ആവർത്തിച്ചില്ലേ? ഈ പിടിപ്പ് കെട്ടവരാണോ അല്ലയോ? പക്ഷെ അവർ 10 വർഷമായിട്ട് ഇടത് സർക്കാരിന്റെ റാൻമൂളികളാണ്. അപ്പോൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ളവരൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി പറ്റാനുള്ള ആ നെട്ടോട്ടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആരെ സ്റ്റാഫിൽ എടുക്കുന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് പോലീസിൽ അഴിച്ചുപണി ഒരു പ്രശ്നം വന്നാൽ ഒരു അത് പോട്ടെ, റോഡിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നാണക്കേടും കളങ്കവും തീർച്ചയായിട്ടും സർക്കാരിനാണ് അല്ലേ? അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിരുന്നു, അത് സർക്കാർ ചെയ്തില്ല. അപ്പോൾ ഇവിടെ പോലീസിനുണ്ടായിരിക്കുന്ന വീഴ്ച ഒന്ന് പിണറായി പോലീസാണ് ഇപ്പോഴും. ആ പിണറായി പോലീസ് ചെന്നിത്തല പോലീസ് ആയിട്ടില്ല. ചെന്നിത്തല പോലീസ് ആക്കേണ്ടതാണ്. അതാക്കാത്തതിന്റെ ദുരിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നാണക്കേടാണ് ഈ സർക്കാർ. പോലീസിനറിയാം, കേരള പോലീസിനറിയാം ഒന്നും സംഭവിക്കില്ല. UDF വന്നാൽ ഒന്നും സംഭവിക്കില്ല. മറ്റതുപോലെയല്ല, മുഷ്കന്മാരല്ല. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് ഈ കുത്താൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് പോയി ഹലോ പറയുന്ന, നീ ഞങ്ങളെ കുത്തുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതാണ് ഇന്നലെ പോലീസ്. DCP-മാരെ കുറ്റം പറഞ്ഞിട്ട് ഇവരെ വിശ്വസിച്ചെന്തിനാ? അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്ന് ഞാൻ പറയാം. അവർ പുതിയ ആൾക്കാരാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ ഒക്കെ പറയാം, ആ ഒരു കാര്യം ചെയ്യുക, അവരുമായിട്ട് സംസാരിച്ച് അതങ്ങ് സെറ്റിൽ ചെയ്യും എന്നേ പറയുള്ളൂ. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താഴെ ഒരു AC പറയണം, സാറേ അത് നമ്മൾ അവരുടെ അടുത്ത് കയറി ഉടക്കിയാൽ ശരിയാവില്ല, ഇത് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേറെയാണ്, ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്. പ്രതിപക്ഷ നേതാവിനെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞതിന് അല്ലല്ല, കേട്ടോളൂ,
പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞു എന്നുള്ളതിനേക്കാൾ ഗുരുതരമായ വിഷയം ഈ ഡി സി പിമാർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ലോകം മുഴുവനും കണ്ടു അല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം. ഇവരോട് ചെന്ന് കെഞ്ചുകയാണ്, അവരെ വിട്ടുതരൂ. ഇല്ല, വിട്ടുതരില്ല, പ്രതികളെ വിട്ടുതരൂ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ഈ മുക്കാചക്രത്തിൻ്റെ ഗുണ്ടയായിട്ട് നടന്നവൻ വരെ നെഞ്ചും വിരിച്ചു നിന്ന് ഒരു ഡി സി പി ഒരു IPS കാരനോട് പറയണം വിട്ടുതരാൻ പറ്റില്ല. മത്സരിക്കാൻ വേണ്ടി പോയതാണ് അല്ല, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മാന്യത കാത്തു സൂക്ഷിച്ചില്ല. അവർ വളരെ പോലീസിനോട് ഒട്ടും തന്നെ മര്യാദയോടെ അല്ല അവർ പെരുമാറിയത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തകരെ വിട്ടുതരാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾ ഓഫീസിൽ കയറുമോ എന്നാൽ അതൊന്ന് കാണട്ടെ, വെല്ലുവിളിക്കുകയാണ്. നോക്കൂ, അവിടെ കരുത്തുള്ളൊരു ഓഫീസറായിരുന്നെങ്കിൽ, കരുത്തുള്ളൊരു കമ്മീഷണർ ആയിരുന്നെങ്കിൽ, കരുത്തുള്ള ഒരു DCP, എന്തിന് ഒരു SHO മതി, നല്ല കരുത്തുള്ള ഒരു SI ആയിരുന്നെങ്കിൽ പാർട്ടി അഡ്വാൻസ് ചെയ്ത് നേരെ അവിടെ കയറി അടിച്ച് പിരുത്ത് ലാത്തിച്ചാർജ് നടത്തി അവന്മാരെ പിടിച്ചുകൊണ്ട് പോയേനെ. ഇന്നലെ ആ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് CPM നേതാക്കളിൽ പകുതി പേരും ഇന്ന് ഒളിവിലാണ്. ഇവരെല്ലാം പ്രതിപട്ടികയിലാണ്. അല്ല, അത് മുൻ കൗൺസിലർമാരുണ്ട്, ആറ്റുകാൽ ഉണ്ണിയുണ്ട്, IP ബിനു ഉണ്ട്. IP ബിനു ഒക്കെ ഓടി വന്ന് ചീമുട്ട എറിയുന്ന പിന്നെ ED ഉദ്യോഗസ്ഥരുടെ കാറിന് ചീമുട്ട എറിയുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം ഈ കൗൺസിലർമാർക്കെല്ലാം ഏതാണ്ട് ഉറപ്പായി ഇനി ഒരു തിരിച്ചു വരവ് അസാധ്യമാണ്. അപ്പോൾ അതിന് എന്തും അവർ ചെയ്യും. അതിനാണ് പരമാവധി ഈ പറഞ്ഞതുപോലെ അക്രമം നടത്താൻ ശ്രമിക്കുന്നത്. കൗൺസിലർമാരാകട്ടെ, MLA മാരാകട്ടെ, ആരുമാകട്ടെ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, ആർക്കും അധികാരമില്ല. പക്ഷെ നിയമം കയ്യിലെടുത്ത് ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നിയമപരമായി നേരിടാം, അല്ലാതെ നിയമം കയ്യിലെടുത്ത് അവരെ കായികമായിട്ട് നേരിടാൻ നിങ്ങൾക്ക് ആർക്കും, ഒരു പാർട്ടിക്കാർക്കും അവകാശമില്ല. അത് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം, കേരള പോലീസിന് വലിയ നാണക്കേടായി ഈ സംഭവം. ഇത് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി, ഗവർണർ റിപ്പോർട്ട് തേടി, DGP ഗവർണറോട് ഫോണിൽ കൂടെ വിശദീകരിച്ചു. ഗവർണർ വിളിച്ചു വരുത്തും, ഇനിയിപ്പോൾ മിക്കവാറും ഇന്നോ നാളെ വിളിച്ചു വരുത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കും. കാരണം ഈ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗവർണർമാരുടെ എല്ലാം നിയന്ത്രണം ആഭ്യന്തരമന്ത്രിക്കാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെടും. VD സതീശൻ രക്ഷപ്പെട്ടു. VD സതീശൻ ഡൽഹിയിലായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പക്ഷെ ഗവർണറുടെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇനി കേരള പോലീസ് ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്, കേസിൽ ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നു. നേരത്തെ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ന്യായ സംഹിതയിലെ പല 122, 121 അടക്കം 188 ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്, അല്ലേ? അതിലൊരു കേസ്. പിന്നെ വധശ്രമത്തിന് വേറൊരു കേസ് വരുമെന്നാണ് പറയുന്നത്. EDയുടെ പരാതിയിൽ തന്നെ വ്യത്യസ്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം. 3 വാഹനങ്ങൾ ആക്രമിച്ചു. അത് EDയെ സംബന്ധിക്കുന്ന വിഷയം. ഇനി കേരള പോലീസിന് കേസെടുക്കാം. ഗതാഗത തടസ്സം സൃഷ്ടിച്ചതു മുതൽ അന്യായമായി കൂട്ടം കൂടി അടുത്ത കേസ് നേതാക്കൾ കലാപാഹ്വാനം നടത്തി. ഇതിനെല്ലാം മാത്രമല്ല, ഏരിയ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ നിന്ന പോലീസിനെ തടസ്സപ്പെടുത്തി, പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, ഇങ്ങനെ എത്രയെല്ലാം MP അടക്കമുള്ളവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷേ കേരള പോലീസ് അത് ചെയ്യുമോ? അതിനുള്ള ആണത്തം കേരള പോലീസിനുണ്ടോ? അതിനുള്ള ആണത്തം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്ന ചോദ്യം. തലസ്ഥാന നഗരത്തിലെ നമ്മൾ തലസ്ഥാനവാസികൾക്ക് സമരമൊന്നും ഒരു പുത്തരിയല്ല. നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത സമര കോലാഹലങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. സെക്രട്ടേറിയറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഭരണസിരാ കേന്ദ്രം. പ്രതിപക്ഷമേ ഇങ്ങനെ അക്രമം അഴിച്ചു വിടുകയുള്ളൂ. പക്ഷെ ആ പ്രതിപക്ഷം ഇത്ര നീചമായ രീതിയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്. അത് തടയേണ്ടിയിരുന്ന കേരള പോലീസ്, തിരുവനന്തപുരം കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ സൗത്ത് സോൺ IG, ഇവരെല്ലാം ലോ ആൻഡ് ഓർഡർ IG, ഇവരെല്ലാം ഉത്തരം പറയേണ്ടി വരും. ഇവരുടെ എല്ലാം പിടിപ്പുകേട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്മേൽ ശക്തമായ കർശനമായ നടപടി വരേണ്ടതാണ്.